ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. മുമ്പ് പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോ ഈ ഒരു സാഹചര്യത്തിൽ ബൈ ചെയ്യണോ സെല് ചെയ്യണോ, മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്, അതുമായി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ക്രാഷ് എന്ന രീതിയിലോട്ട് $74,000 $74,500 വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അപ് ട്രെൻഡ് എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ $10,000 ഹൈ ആയിട്ട് $84,000 വരെ പോയിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം ഒരു $83,000 തന്നെയാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അവിടെ നിൽക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് മൊത്തത്തിൽ നല്ല രീതിയിൽ ക്രിപ്റ്റോ മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ കാണാൻ വേണ്ടി പറ്റും. അത് ട്രേഡേഴ്സിന് ബെനിഫിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡേഴ്സിന് സ്കാൽപ്പ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. കാരണം നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യുന്നവർ ട്രേഡേഴ്സ് ആണെങ്കിൽ മാക്സിമം പെർപെച്വലിൽ ഈ ഒരു അവസരം മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഉള്ള അവസരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരമാണ്. കാരണം ഈ ഒരു അവസരം എപ്പോഴും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് ട്രേഡേഴ്സ് അതിൽ ഫോക്കസ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $83,000 ആണ്. ഇനി മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഹൈ എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ അകത്തൊരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ക്രാഷ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വേണമെങ്കിൽ പോകാം. അങ്ങനെ ക്രാഷ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും അതിനോടൊപ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ആ ഒരു അവസരം പെട്ടെന്ന് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർപെക്ച്വൽ ചെയ്തുകൊണ്ട് ഷോർട്ട് സെല്ലിലോട്ട് പോകാം. ഇനി ഡൗൺ ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാനുള്ള പ്രൈസ് റേഞ്ച് ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ഹൈ എന്ന രീതിയിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഓപ്പൺ ആവുന്നതനുസരിച്ച് ഹൈ എന്ന രീതിയിലാണ് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും $83,000 നിന്ന് വീണ്ടും ഒരു ഹൈയിലോട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ ക്രിപ്റ്റോയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഹാക്ക്, ഇങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാം. അതുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ തന്നെയാണ്. അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസും വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അത് ഓർമ്മിച്ച് മാത്രം മാർക്കറ്റിൽ നിങ്ങൾ പെർപെക്ച്വൽ അല്ലെങ്കിൽ ട്രേഡ് സ്കാൽപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ബൈ ചെയ്യാമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിനോക്ക് നിങ്ങൾക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഷിബ ഇപ്പോഴത്തെ പ്രൈസിൽ 1216 ആണ്. കാർഡിനോ 0.62 ആണ്. XRP ഉണ്ട്, ഏകദേശം 1.6 പോയിട്ട് വീണ്ടും $2 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് റിസ്ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിസ്ക് കുറച്ച് XRPക്കകത്ത് കൂടുതലാണ്. ഇനി CET ഒക്കെ 0.50 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പോൾ 0.063 എന്ന റേഞ്ചിലാണ് നമ്മുടെ CET നിൽക്കുന്നത്. അടുത്ത് EOS എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ 0.50 ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ന് പറയുന്നത് 0.86 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 0.60 എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.60 0.50 ആവറേജ് ലോങ് ടൈമിന് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ ട്രോണിൻ്റെ പ്രൈസ് പലർക്കുള്ളൊരു സംശയമാണ്. കുറേ നാളായിട്ട് സൈഡ് വേസ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 0.24 0.20 റേഞ്ചിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ബൈ ചെയ്യാമോ എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ട്രോൺ ബൈ ചെയ്യാം. പക്ഷേ റിവാർഡ് വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് നേരത്തെ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് നമ്മുടെ ട്രോണിൻ്റെ അകത്തുണ്ടായിരുന്നു. 0.068 0.10 ആ ഒരു റേഞ്ചൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബൈ ചെയ്യാം. അതിനുശേഷം 0.45 വരെ നമ്മുടെ ട്രോൺ പോയിട്ടാണ് ഡൗണിൽ നിൽക്കുന്നത്. ഒരു പ്രോജക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ എൻ്റർ ആവുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിപ്റ്റോയ്ക്കകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡോജി പലരും കേട്ടിട്ടുണ്ടായിരുന്നു. 0.15 ആണ് നിൽക്കുന്നത്. ബൈ ചെയ്യാമോ എന്ന്. ഓക്കെ, ഡോജിയൊക്കെ 0.07 ആണെന്ന് 0.07 0.06 ഒക്കെ ഞാൻ ബൈ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ന് പറയുന്നത് 0.48 വരെ പോയിട്ട് വീണ്ടും 0.15 നമ്മുടെ ഡോജി നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ക്രാഷിൽ പോയാൽ 150% ഡോജി വീണ്ടും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. ഡോജിയൊക്കെ ഏകദേശം $1 ആണ് സെൽ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാറ്റ് സിലിക്കയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് 0.12 നിങ്ങൾക്ക്
ധൈര്യമായിട്ട് വേണമെങ്കിൽ ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സിലിക്ക എന്ന് പറയുന്ന പ്രോജക്റ്റും അതുപോലെ തന്നെ ബാറ്റും. ഇനി അടുത്ത് നമ്മുടെ MXC ടോക്കൺ. MXC ടോക്കൺ എന്ന് പറയുന്ന റിസ്ക് ഉണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്, താല്പര്യമുള്ളവർ മാത്രം ബൈ ചെയ്യുക. ഇനി സിലിക്ക 0.010 ആണ്, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. നേരത്തെ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് പലതവണ വന്ന പ്രോജക്റ്റാണ് സിലിക്ക എന്ന് പറയുന്നത്. അയോട്ട 0.16 ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 0.10 ആണെങ്കിൽ നേരത്തെ അയോട്ടയുടെ ബൈ എന്ന് പറയുന്നത് നമുക്ക് 0.62 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ എന്ന രീതിയിലാണ് അയോട്ട വന്നുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇനി ഫയൽ ടോക്കണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 USDക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈയിലോട്ട് വേണമെങ്കിൽ പോകാം. ഫയൽ ടോക്കണൊക്കെ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂണിസാപ്പിൻ്റെ യൂണി ടോക്കണും ഏറ്റവും ഡൗൺ എന്ന രീതിയിലാണ്, $5 റേഞ്ചാണ്. ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എതീരിയം ഡൗൺ എന്ന രീതിയിലോട്ട് പെട്ടെന്ന് 1000 USD ഒക്കെ വീഴുകയാണെങ്കിൽ യൂണിസാപ്പിൻ്റെ യൂണി ടോക്കൺ വീണ്ടും ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. യൂണിസാപ്പിൻ്റെ യൂണി ടോക്കണൊക്കെ 1 USDക്കൊക്കെ കിട്ടുകയാണെങ്കിൽ 2 USDക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എതീരിയത്തിനെ കുറിച്ച് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 1500 USD ആണ് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും 2000 USD 1500 USD ഇതൊക്കെ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് വന്നിട്ട് എതീരിയം ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവർ വീണ്ടും 1000 USDയിലോട്ട് എതീരിയം പോവുകയാണെങ്കിൽ കൂടുതൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് എതീരിയത്തിൽ വന്നൊരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി ഹൈ എന്ന രീതിയിലോട്ട് പുതിയൊരു മാർക്കറ്റ് പ്രൈസ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എതീരിയത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്രൈസ് വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അല്ലാത്ത കുറച്ച് പ്രോജക്റ്റ് നോക്കാം. ഏകദേശം ഹെബ്ബാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെബ്ബാർ ഏകദേശം ടോണിൽ നിന്ന് തുടങ്ങാം. ടോൺ എന്ന് പറയുന്നത് 2.87 ആണ്. ടോൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ 1 USDക്ക് താഴെ വരെ ടോൺ വേണമെങ്കിൽ പോകാം. അതാണ് ഇതിൻ്റെ അകത്ത് റിസ്ക് എന്ന് പറയുന്നത്. ഹെബ്ബാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 0.20 തൊട്ട് നിങ്ങൾക്ക് 0.10 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്ന 1 USD വരെ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്റ്റോസ് മിക്ക പ്രോജക്റ്റ് ഏകദേശം നിങ്ങൾക്ക് ഇതിൽ ബൈ ചെയ്യാവുന്നതാണ്. CRO ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാം. ആർബിട്രം ബൈ ചെയ്യാം. ഫാൻഡം 0.48 ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇങ്ങനെ പല പ്രോജക്റ്റും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം കേക്കൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഞാൻ ടോപ്പായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോജക്റ്റും ഏകദേശം നിങ്ങൾക്ക് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റിസ്ക് വളരെ കുറവാണ്, 100 to 150% ആണ്. പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 300% വരെ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.